അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ മണികണ്ഠൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഗുരുവായൂരിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നു, കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേട്ടോ. ഗുരുവായൂരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു സന്തോഷ വാർത്ത. ഗുരുവായൂർ ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കണ്ണനെ കണ്ട് മടങ്ങാനുള്ളൊരു അവസരം ഒരുങ്ങുന്നു. ഓൺലൈൻ ബുക്കിംഗ് വഴി വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനി സൗജന്യ ദർശനം നടത്താം. മറ്റേ ക്യൂ അവിടെയുണ്ട്, പക്ഷേ ഓരോ മണിക്കൂറിലും 300 പേർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, വലിയ ക്യൂ ഒന്നും നിൽക്കാതെ വെർച്വൽ ക്യൂ വഴി നേരിട്ട് പോയി കണ്ണനെ കണ്ടു മടങ്ങാം. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. ഓഗസ്റ്റ് 4 മുതൽ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ മാത്രമാകും തുടക്കത്തിൽ സംവിധാനം. അപ്പോൾ ആദ്യം 2 ദിവസം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 7 മണിക്കുള്ള ദർശനം 8 മണി, 9 മണി, 10 മണി. അപ്പോൾ 7 മണിക്ക് പോയാൽ 300 പേര്, 8 മണി, 9 മണി, 10 മണി. ഉച്ചയ്ക്ക് 12 മണി, 1 മണി, വൈകിട്ട് 4 മണി, 5 മണി എന്നീ സമയങ്ങളിൽ ഒരു സ്ലോട്ടിൽ 6 പേർക്ക് ബുക്ക് ചെയ്യാം. അപ്പം 300 പേരല്ല, ഒരു സ്ലോട്ടിൽ 6 പേർ എന്ന മട്ടിലാണ്. ഓരോ മണിക്കൂറിലും 300 പേർക്കാണ് പ്രവേശനം. ഒരു സ്ലോട്ടിൽ 6 പേർ എന്ന മട്ടിൽ ഒരു മണിക്കൂർ ആകുമ്പോഴേക്കും 300 പേരെ കടത്തിവിടും. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പം നമുക്ക് കണ്ണനെ കണ്ട് മടങ്ങാൻ പറ്റും. അപ്പോൾ ഓരോ സ്ലോട്ടിലും 6 പേർ. ദിവസം 2400 പേർക്കാണ് ദർശനം ലഭിക്കുക. ബുക്കിങ്ങിന് ഗുരുവായൂർ ദേവസ്വം .in, ഗുരുവായൂർ ദേവസ്വം .in. ഗുരുവായൂർ സ്പെല്ലിംഗ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കണം. ഗുരുവായൂർ GURUVAURDUWASWOM.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിച്ചാൽ മതി. അപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ കണ്ണനെ കാണാൻ ഇനി ഒരുപാട് ക്യൂ നിന്ന് തളരണ്ട. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്താൽ കൃത്യമായ സ്ലോട്ടിൽ ആരും നിങ്ങളെ തടയൂല. നിങ്ങൾക്ക് പോകാം, കണ്ണനെ കാണാം. കദളിപ്പഴം കൊടുക്കണമെങ്കിൽ കദളിപ്പഴം കൊടുക്കാം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു.